Hi dears, it's me GR from Aegon. അപ്പോൾ നമ്മുടെ +2 മക്കളുടെ ലാബ് എക്സാം ഒക്കെ തന്നെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കറിയാം നമ്മുടെ +2 ഫിസിക്സ് ലാബിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് സിമ്പിൾ പെൻഡുലം. അപ്പോൾ ആ സിമ്പിൾ പെൻഡുലം നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ട് എങ്ങനെ പഠിക്കാം, അല്ല എങ്ങനെ ഇത് അപ്പിയർ ചെയ്യാന്നുള്ള കാര്യമാണ് സാർ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ റെക്കോർഡിനകത്ത് നമ്മൾ ഏറ്റവും ആദ്യം എന്തായിരിക്കും, ഇതിന്റെ എയിം തന്നെയായിരിക്കും അല്ലേ. സോ വാട്ട് ഈസ് എയിം ഓഫ് സിമ്പിൾ പെൻഡുലം? സിമ്പിൾ പെൻഡുലത്തിന്റെ എയിം എന്താണ്? ടു ഡിറ്റർമൈൻ ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദി എർത്ത്. എർത്തിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു സിമ്പിൾ പെൻഡുലം അപ്പാരറ്റസ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. സോ നമ്മൾ തിയറി ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിന് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം? T is equal to 2π√L/G. അതിനകത്തുള്ള G ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ G കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ വേണ്ടേ? അതിന്റെ ഇക്വേഷൻ ആണ് G is equal to 4π²L/T². അവിടെ L എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ് L എന്ന് കാണിക്കുന്നത്. അതേപോലെ T എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം പീരീഡ് ആണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ടൈം പീരീഡ് ആണ് ഇനീഷ്യലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാരണം നമുക്ക് ഈ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാവുന്നുള്ളൂ. ഓക്കെ, സോ ആകെ ഇത്ര കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ. എന്തൊക്കെയാണ്? നമ്മുടെ ഒരു സിമ്പിൾ പെൻഡുലം അപ്പാരറ്റസ് വേണം, അതേപോലെ തന്നെ ഒരു മീറ്റർ സ്കെയിൽ വേണം, ആൻഡ് ദെൻ നമുക്ക് എന്ത് വേണം, ഒരു സ്റ്റോപ്പ് വാച്ച് കൂടെ വേണം. റെഡി? സോ നമ്മൾ ചെയ്യുന്ന ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ലെങ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലെങ്ത് അല്ലെങ്കിൽ 30 സെന്റിമീറ്റർ അല്ല ഇനീഷ്യലി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, 20 ആണ്, 20 എടുക്കാം, 30 എടുക്കാം, 40 എടുക്കാം, എന്ത് വേണം എടുക്കാം. ഓക്കെ, സോ സാർ ഇവിടെ എന്ത് ചെയ്യാണ്, 30 സെന്റിമീറ്റർ ഇനീഷ്യലി സാർ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആ സെറ്റ് വെച്ച 30 സെന്റിമീറ്റർ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ പോവാണ്. എന്താണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈമാണ് അല്ലെ. ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൻഡുലം ആ ഒരു മാക്സിമം ആംപ്ലിറ്റ്യൂഡ് പോകുന്നു, നെഗറ്റീവ് മാക്സിമം പോകുന്നു, തിരിച്ചെത്തുന്നു അല്ലെ. ഇതാണ് നമ്മുടെ എന്ത് വരിക, ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്ത് ചെയ്യാം, ഇതിന്റെ ടേബിളാർ കോളം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യാം. അതിനകത്തുള്ള വാല്യൂസ് എങ്ങനെയൊക്കെ ഫില്ല് ചെയ്യാം അല്ലെ, എങ്ങനെയൊക്കെയാണ് അതിന്റെ വാല്യൂസ് എടുക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കേ, ആദ്യം തന്നെ സാർ എടുത്ത് ലെങ്ത് ഓഫ് ദി പെൻഡുലം 30 സെന്റിമീറ്റർ ആണ്. ആ 30 സെന്റിമീറ്ററിലുള്ള ടൈം ഫോർ 20 ഓസിലേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം എടുക്കുന്നു. അത് 2 റീഡിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. പക്ഷേ 2 തവണയായിട്ട് നമ്മൾ അത് എടുക്കുന്നു. അതിന് മീൻ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിന്റെ അകത്ത് എവിടെയെങ്കിലും എറേഴ്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, കുറച്ചുകൂടെ റെഡ്യൂസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ എനിക്ക് ആ 30 സെന്റിമീറ്ററിൽ ടൈം ഫോർ 20 ഓസിലേഷൻ ഫസ്റ്റ് കണ്ട സമയത്ത് 22 സെക്കൻഡ്സ് ആണ് കിട്ടിയത്. പിന്നെ കിട്ടിയ എത്രയാണ്, 23 സെക്കൻഡ് ആണ്. അതിന്റെ മീൻ എടുക്കുന്നു എന്ന് വെച്ചാൽ 22.5 സെക്കൻഡ് ആണ് എനിക്ക് എന്ത് കിട്ടുന്നത്, അവിടെയുള്ള മീൻ ടൈം പീരീഡ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, മീൻ ടൈം കിട്ടിയിട്ടുള്ളത്. റെഡി? അതിന്റെ ടൈം പീരീഡ് എടുക്കുന്ന സമയത്ത് എന്ത് വരും, യെസ് നമ്മൾ കണ്ടുപിടിച്ച് 20 ഓസിലേഷൻ ആണ്. സോ ആ ടൈം ഡിവൈഡഡ് ബൈ 20 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, അതിന്റെ ടൈം പീരീഡ് കിട്ടും. എന്ന് വെച്ചാൽ 1.125 ആയിരിക്കും വരിക. സോ നമ്മുടെ ഇക്വേഷൻ നമുക്കുള്ളത് എന്താണ്, G is equal to 4π²L/T² ആണ്. സോ നമുക്ക് L/4π² എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് ഇവിടെ വേരിയന്റ് ആയിട്ട് കിടക്കുന്ന ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്, L-ഉം T² ആണ് എന്ത് ചെയ്യുന്നത്, വേരി ചെയ്യുന്നത് അല്ലെ. സോ ലെങ്ത് നമുക്ക് ഓൾറെഡി അറിയാം, അവിടെയുള്ള T² നമുക്ക് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും, നമുക്ക് L/T² കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യം സാറ് കണ്ടുപിടിക്കുന്നതാണ് T² ആണ്. T² എന്ന് വെച്ചാൽ എത്രയാണ്, 1.265 കിട്ടി. എന്ന് വെച്ചാൽ 1.125ന്റെ സ്ക്വയർ എത്രയാണ്, 1.265 ആണ്. അതിന് എന്ത് കണ്ടുപിടിക്കുന്നത്, ഞാൻ L/T² നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. സോ L/T² എത്രയാണ്, 23.71 കിട്ടും. 23.71. സോ 30 സെന്റിമീറ്ററിൽ നമുക്ക് കിട്ടിയിട്ടുള്ള L/T² വാല്യൂ എത്രയാണ്, 23.71 ആയിരിക്കും. ഓക്കെ, എഗൈൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേ എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, 40 സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യാണ്, എഗൈൻ നമ്മൾ ചെയ്യാൻ പോവാണ്. സോ 40 സെന്റിമീറ്ററിൽ ടൈം ഫോർ 20 ഓസിലേഷൻ കിട്ടുന്നത് എത്രയാണ്, 25 സെക്കൻഡ് ആണ്. സെക്കൻഡ് റീഡിംഗിലും അതേ ടൈം തന്നെ കിട്ടുന്നു, 25 സെക്കൻഡ്. അതിന്റെ മീൻ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്, 25 സെക്കൻഡ് തന്നെയാണ്. സോ ടൈം പീരീഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, T/20 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, 1.25 കിട്ടുന്നു. അതിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ നമുക്ക് എത്ര കിട്ടും, 1.562 എന്ന് കിട്ടും. സോ ആ ഒരു T² ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ L/T² കണ്ടുപിടിച്ച സമയത്ത് എത്ര കിട്ടി, നമുക്ക് 25.60 ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ 2 റീഡിംഗ് എടുത്തിട്ടുണ്ട് അല്ലെ, 2 ലെങ്ത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സോ ആ 2 ലെങ്ത്തിലുമുള്ള ആ ഒരു L/T² എത്രയാണ്, 23.71ഉം അതേപോലെ തന്നെ 25.60ഉമാണ്. സോ നമ്മൾ എടുക്കുന്നത് ഇതിന്റെ മീൻ വാല്യൂ എടുക്കാൻ പോവാണെന്ന് വെച്ചാൽ ഇത് 2 കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു, ബൈ 2 ചെയ്യുന്നു. ഓക്കെ, സോ 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, അവിടെ 24.65 ആണ് കിട്ടുന്നത് അല്ലെ. സോ എന്താണ് അതിന്റെ യൂണിറ്റ് വരിക, L/T² അല്ലേ. സോ L എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എടുത്ത എത്രയാണ്, സെന്റിമീറ്ററിലാണ്. ആൻഡ് T എന്ന് പറഞ്ഞാൽ സെക്കൻഡിലാണ്. സോ എന്ത് പറയാം, നമുക്ക് സെന്റിമീറ്റർ/സെക്കൻഡ്² ആണ്. പക്ഷെ നമുക്ക് എന്തിൽ വേണം, നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് വേണം. എന്താ നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എത്രയാണ്, മീറ്റർ/സെക്കൻഡ്² ആണ്.
അല്ലെ? സോ ആ ഒരു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ത് ചെയ്യണതാ സാർ അവിടെ എടുക്കുന്നത് എത്രയാണ്? സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ 24.65 into 10⁻⁻² മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. സോ ഇത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ ഇക്വേഷൻ എടുക്കാൻ പോവാണ്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? G is equal to 4π² L/T² ആണ്. നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു മീൻ L/T² അല്ലേ, നമ്മൾ നേരെ എന്ത് ചെയ്യുന്നതാ ഈ ഒരു ഇക്വേഷൻ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ 4π എന്ന് വെച്ചാൽ 3.14 ആണ്, അതിന്റെ സ്ക്വയർ എടുക്കുന്നു ഇൻറ്റു 24.65 into 10⁻⁻² ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നു? 9.72 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടുന്നു. സോ നമുക്കറിയാം നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത് എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പക്ഷെ നമ്മൾ എക്സ്പെരിമെന്റലി അത് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ഒരുപാട് എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ എറേഴ്സുകൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു വാല്യൂ കുറച്ച് അവിടെ കുറയാനുള്ള കാരണം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 9.72 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് തന്നെ പറയാൻ സാധിക്കും. വളരെ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ. സോ ആ ഒരു ഡിഫറൻസ് വരാനുള്ള കാരണം അവിടെ പലതരത്തിലുള്ള എറേഴ്സുകൾ അവിടെ ഉണ്ടാവാം. നിങ്ങൾ എന്ത് ചെയ്യുക? ആലോചിച്ച് നോക്കുക. പ്രൊസീജിയർ എറർ ഉണ്ടാവും, പേഴ്സണൽ എറേഴ്സ് ഉണ്ടാവാം, അങ്ങനെ പലതരത്തിലുള്ള എറേഴ്സുകൾ അവിടെ ഉണ്ടാവാം. ഒബ്സർവേഷനുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാവാം, അങ്ങനെ ഒരുപാട് എറേഴ്സുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാവാം. ഓക്കെ, സോ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇത് ആ ഒരു എക്സാക്ട് വാല്യൂവിൽ നിന്ന് നമ്മൾ കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. യെസ്, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു എക്സ്പെരിമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ളത്. സോ ഇതുപോലുള്ള ഒരുപാട് എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്യാണ്ട്. സോ അങ്ങനത്തെ ഓരോ എക്സ്പെരിമെന്റ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ മക്കൾക്കും ബൈ.